ഹലോ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എന്ന് പറയുമ്പോഴേക്കും ഇവിടെ ഇപ്പോൾ സമയം കറക്റ്റ് 10:09. നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്ത് രാവിലെ 4 മണിക്കാണ് കേട്ടോ. അതായത് അറ്റ്ലാന്റയിൽ നിന്ന് നമ്മൾ വണ്ടി എടുത്തിട്ട് നമ്മൾ ഇപ്രാവശ്യം പോകുന്ന എങ്ങോട്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരെ ടാമ്പ എന്ന് പറയുന്ന സൈഡിലേക്ക്, ഫ്ലോറിഡയുടെ ഏതാ പറയണേ, ഫ്ലോറിഡയുടെ ഏത് സൈഡാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറയാൻ എനിക്കറിയത്തില്ല. എനിക്ക് തോന്നുന്നത് ഫ്ലോറിഡയുടെ ഈസ്റ്റേൺ സൈഡാന്ന് തോന്നുന്നു. അല്ല സോറി, ഫ്ലോറിഡയുടെ വെസ്റ്റേൺ സൈഡാന്ന് തോന്നുന്നു ടാമ്പ. അപ്പോൾ ടാമ്പയിൽ സ്കൈവേ ഫിഷിംഗ് പിയർ എന്ന് പറയുന്ന ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ഫിഷിംഗ് പിയർ ഉണ്ട്. അവിടെ 4 ദിവസം സ്റ്റേ ചെയ്ത് മീൻ പിടിക്കാൻ വേണ്ടി പോവാണ്. മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു 3 ടൈപ്പ് ഫിഷിംഗ് ആണ്. അതായത് നമ്മൾ നമ്മൾ ഫിഷിംഗ് ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്ന പ്രോപ്പർട്ടി ഒരു Airbnb ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ Airbnb-യിൽ കയാക്ക് ഫെസിലിറ്റി ഉണ്ട്. കയാക്ക് ഫിഷിംഗ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് കയാക്ക് അവർ പ്രൊവൈഡ് ചെയ്യും, നമ്മൾ പോയി മീൻ പിടിച്ചോണം. അപ്പോൾ അവിടെ പോയി മീൻ പിടിക്കുക, അതിനുശേഷം ഈ സ്കൈവേ പിയറിൽ പോയിട്ട് മീൻ പിടിക്കുക. പിന്നെ അടുത്ത സംഭവം നമുക്ക് അവിടെ ചെന്നിട്ട് പ്ലാൻ ചെയ്യണം. വേഗം അപ്പോൾ രാവിലെ ഉറങ്ങിയോ? അപ്പോൾ ഞങ്ങൾ ഓൾമോസ്റ്റ് പകുതി ദൂരം വന്നു കേട്ടോ. ഇനിയിപ്പോൾ ആക്ച്വലി 159 മൈലും കൂടെ നമുക്ക് യാത്രയുള്ളൂ, അറ്റ്ലാന്റ ടു ഫ്ലോറിഡ. ഷോപ്പിൽ ബെയ്റ്റ് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല, സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല. അത് പോയി നോക്കണം, കാരണം ബാസ് പ്രോയിൽ ഉണ്ടാവാൻ വഴിയില്ല. അറിയത്തില്ല കേട്ടോ, പോയി നോക്കാം. എന്തായാലും കടലിൻ്റെ സൈഡിലുള്ളതായിട്ട് ചിലപ്പോൾ ബെയ്റ്റൊക്കെ കാണുമായിരിക്കും. കുഞ്ഞുമറിയ മുട്ട കഴിച്ചോ? കഴിച്ചില്ലേ? അതന്നെ കഴിക്കാതെ. ഒരു ജീപ്പ് പോകുന്നുണ്ടോ, അടിപൊളി. ഓ, ഫുള്ള് ലിഫ്റ്റൊക്കെ ചെയ്ത് ടയറൊക്കെ അപ്സൈസ് ചെയ്ത വണ്ടി. ആ വണ്ടി ബ്രേക്ക് കിട്ടിയാൽ പറ്റാ, വീല് തന്നെ നോക്കി അതുണ്ടോ, പുക വന്നോട്ടോ ടയർ. നമ്മുടെ ട്രങ്ക് തുറന്ന് കിടക്കുവാണോ? ഞാനും ഒരു ഒച്ച കേട്ടു. ഇവിടെ എടുക്കാം, പക്ഷെ ഇവിടെ നമ്മൾ ഈ ലൈനിൽ നിൽക്കണം. ഇവിടെ നമുക്ക് യൂട്ടേൺ എടുക്കാം. പപ്പയ്ക്ക് എന്നാ വേണ്ടേ? കാപ്പി കഴിക്കാനൊന്നും വേണ്ടേ? ഒന്നും വേണ്ട. ഒരു ചെറിയ ബർഗർ. അഞ്ചുവിന് എന്തെങ്കിലും ചെറിയൊരു ബർഗർ മേടിക്കട്ടെ? അതുകൂടെ ലാസ്റ്റ് അതുകൂടെ കഴിച്ചേ. Let's go. അവിടെ നിന്ന് ഇവിടെ എത്തിയിട്ടെ ആദ്യത്തെ ട്രാഫിക്കാണ് കേട്ടോ. ഒരു 8 മിനിറ്റ് ട്രാഫിക് ഉണ്ട്. ഇതുവരെ ട്രാഫിക് ഒന്നും കിട്ടിയില്ലല്ലേ? ആദ്യത്തെ ട്രാഫിക്കാണ്. 7 മിനിറ്റ് 8 മിനിറ്റ് മോട്ടോർ വേയിലാണ്. അപ്പം മിക്കവാറും എന്തെങ്കിലും ആക്സിഡൻ്റ് ആയിരിക്കാൻ ചാൻസ് ഉണ്ട്, അറിയത്തില്ല. കാരണം ലൈൻ ക്ലോഷറോ കാര്യങ്ങളോ ഒന്നും ബോർഡിലില്ലായിരുന്നു. റോഡൊന്നും ക്ലോസ്ഡ് അല്ല, 3 ലൈനും ബ്ലോക്ക്ഡ് ആണ്. അപ്പം അറിയത്തില്ല. ഒരു 8 മിനിറ്റ്സ് ആണ് കാണിക്കുന്നത്. ഭയങ്കരമായി 2 ലൈൻ ക്ലോസ്ഡ്. ഭയങ്കരമായിട്ടുള്ള ഇടിയൊന്നും അല്ല. വണ്ടിയില്ലേ? അയ്യോ അടി ഫ്രണ്ടിലോട്ട് നോക്കി. അമ്മ ഇവിടെ വെച്ചാണല്ലോ. ഒരു ലോറി കേട്ടോ, ലോഡും വണ്ടി അടി. ലോറി എടുത്തുണ്ടോ? ലോറി മാറി
ട്രക്ക് മറിഞ്ഞടി. ട്രക്ക് മറിഞ്ഞത്, ഫുള്ള് മറിഞ്ഞത്. ഇത് സാധനങ്ങളാണ്. അങ്ങനെ നമ്മള് ബാസ് പ്രോ ഷോപ്പിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ കറക്റ്റ് കുഞ്ഞുമറി ഉറങ്ങിപ്പോയി. എപ്പോൾ അവൾ ഉറങ്ങിയാലും ഉറങ്ങിയ ഉടനെ നമ്മൾ ഏതെങ്കിലും സ്ഥലത്ത് വണ്ടി നിർത്തും. വണ്ടി പാർക്ക് ചെയ്തു. നമ്മുടെ നാട്ടിലെ ടാക്കിൾ ഷോപ്സ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ US-ലെ ടാക്കിൾ ഷോപ്പ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഭയങ്കര വെറൈറ്റി സ്റ്റോറാണ് കേട്ടോ. അഞ്ചു, നീ ഇവിടുത്തെ ടാക്കിൾ സ്റ്റോർ കണ്ട് എങ്ങനെയാണ് തോന്നിയത്? ഒരു ചൂണ്ടക്കടയായിട്ട് തോന്നിയിട്ടുണ്ടോ? പപ്പ കണ്ടിട്ടില്ലോ? ബാ, നമ്മൾ വണ്ടി ലോക്ക് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഈ സ്റ്റോർ തന്നെ ഉണ്ട് ഒരു ഫുൾ വീഡിയോ, ഒന്നല്ല ഒരു 1-2 വീഡിയോ ചെയ്യാൻ മാത്രമുണ്ട് ഈ ഒരു സ്റ്റോറ്. അത്രയ്ക്ക് കളക്ഷൻസും വെറൈറ്റി ഓഫ് സാധനങ്ങളും ചൂണ്ടയ്ക്ക് വേണ്ടി മാത്രമുള്ളതല്ല, ഹണ്ടിങ്ങിന് വേണ്ട എക്സ്ട്രീമായിട്ടുള്ള എല്ലാ സ്പോർട്സിനും വേണ്ട സാധനങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതിനകത്തോട്ട് കയറാൻ വേണ്ടി പോവാണ്. ഞാനത് ഫുള്ള് കാണിച്ചു തരാം. നിങ്ങൾ ജസ്റ്റ് ഫിഷിങ് ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിൽ പോലും, ചെയ്യാത്തവരാണെങ്കിൽ പോലും ഇത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ സാധനങ്ങൾ കാണാനായിട്ട് പറ്റും കേട്ടോ. ഇതേ പോകുന്ന സീബ്ര ക്രോസിങ്ങിലൊക്കെ സീബ്രയ്ക്ക് വരും ട്യൂണേനെയും ഗ്രൂപ്പറിനെയൊക്കെയാണ് വരച്ചിട്ടിരിക്കുന്നത്. കൊള്ളുന്ന പോലത്തെ ചൂടാണ്. ഇതിൻ്റെ സൈഡിൽ തന്നെ ഇവിടെ ഒരു കുഞ്ഞൊരു റിവർ, അതെന്നാൽ മീനും കാണും. മീനുണ്ടായിരുന്നു കേട്ടോ, ഇവിടുന്ന് മീൻ പോയി. ചെറിയ ചെറിയ ഗപ്പികളൊക്കെ ഉണ്ട്. ബകറിക്കോ. ഇതാണ് ബാസ് പ്രോ ഷോപ്പിൻ്റെ അകവശം. ഫസ്റ്റ് ഇത് കണ്ടോ, ബോട്ടിൻ്റെ ഒരു വൻ കളക്ഷനാണ്. ഇത് കണ്ടോ, ഇഷ്ടം പോലെ ബോട്ടുകൾ, എല്ലാം ഫിഷിംഗ് ബോട്ടുകളാണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ പ്രൈസ് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ഈ ഒരു ബോട്ടാണെങ്കിൽ $65,000. ഇങ്ങനത്തെ ആണോ വേണ്ടേ? ഇത് നോക്കി, ഇത് നല്ല, പക്ഷേ ഇത് വണ്ണം നോക്കി, വണ്ണം കുറവല്ലേ. നമ്മൾ ഈ 2 ലൂർ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ചിലപ്പം കിങ് ഫിഷ്, ഇത് നമുക്ക് ചിലപ്പോൾ സ്പാനിഷ് മേക്കറിൽ നല്ല ആക്ടിവിറ്റി തരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ 2 എടുത്തിട്ടുണ്ട്. എന്നാ അത്? അയ്യോ, അവനെന്നാ തിന്നുന്നത്? അവൻ്റെ വായിൽ എന്നാ ഇരിക്കുന്നത്? വേറൊരു മീനെ തിന്നവൻ കണ്ടോ വെച്ച്? എനിക്കറിയത്തില്ല, പപ്പയാണോ കൊടുത്തത്? പിന്നെ ആരാ കൊടുത്തത്? കുഞ്ഞാപ്പാണോ മുറിച്ചിട്ട് കൊടുത്തത്? വാ പോയേക്കാം, തിരക്കും തരത്തില്ല. ഇതാരുടെ സീറ്റ്? അത് കുഞ്ഞുമരത്തിൻ്റെ സീറ്റാണോ? വാ, ഇനി നമുക്കൊരു സാധനം മേടിക്കണം. ഇതൊന്നും മതി കേട്ടോ, ഇതിൻ്റെ ആവശ്യം വരത്തുള്ളതായിരിക്കും. ഇത് പറഞ്ഞു കിടക്കട്ടെ. ഓക്കെ കുഞ്ഞു പറയാം. ഏത് മീമിയാ? ഈ മീമീനെ ഇട്ടിട്ട് ചൂണ്ടയിടാൻ പോവാന്നാണോ കൊച്ചു പറഞ്ഞത്? അങ്ങനെയാണോ പറഞ്ഞത്? ഇവിടെ എന്തോരം മീനാ. ഏതാ? വലിയ മീമിയുണ്ടോ? അയ്യോ എൻ്റെ പൊന്നോ, എന്നാ വലിയ മീനാ. എൻ്റെ ദൈവമേ, എന്നാ മീനാടി? ഞാൻ ഒരു ഇത് മേടിച്ചു, ഗ്ലൗസ് മേടിച്ചു കേട്ടോ. ഫിഷ് മങ്കി കൊള്ളാം. ഇതറം മേടിച്ചു. ഞാൻ ഒരു കത്തി കൊണ്ട് പിടിച്ചു കേട്ടോ. ഇത് നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും ഫ്യൂച്ചറിലാണെങ്കിലും. അതുകൊണ്ട് ഒരു കത്തി മേടിച്ചു. പിന്നെ എനിക്ക് വേണ്ട സാധനം എന്ന് വെച്ചാൽ നമ്മുടെ അതേടെ ഞാനൊരു സ്ക്വിഡിനെ മേടിച്ചു. മസ്റ്റാർഡിൻ്റെ 2 അസിസ്റ്റ് ഹുക്ക്. എന്തോ എന്തോ അതെന്നാ അത്? അമ്മ ഇതിപ്പോഴാ കണ്ട കൊച്ച്, മേളി കണ്ടോ? അത് കുഴപ്പമില്ല, ഇവിടുന്ന് 1/2 മണിക്കൂറേ ഉള്ളൂ. എന്നാ അതിന്റെ പേരാണ് പന്നി.
പറന്നു പോവല്ലേടാ, അവന്മാര് മേളിൽ കയറി ഇരുന്ന് പമ്മി നോക്കുവാ നമ്മൾ. നോ സോറി. യെസ്, രണ്ടുപേരും മേടിക്കാം. യെസ് മതി. അങ്ങനെ നമ്മുടെ ടോട്ടൽ പർച്ചേസ് കഴിഞ്ഞു. നമുക്ക് ഈ ഫിഷിങ്ങിന് വേണ്ട എല്ലാ സാധനങ്ങളും മേടിച്ചിട്ടുണ്ട്. ഓൾമോസ്റ്റ് $240. ഇവിടെ ബോട്ട് കിടക്കുന്നുണ്ടൊക്കെ, ഇഷ്ടംപോലെ ബോട്ട്, ട്രെയിലർ ചെയ്യാനുള്ള വണ്ടികൾ. ഒരു ബോട്ട് അടുത്ത് പോയി കാണിച്ചു തരാം. ഇതുണ്ടോ, ഈ ഒരു ബോട്ട് കണ്ടോ? ഈ ഒരു ബോട്ടിൻ്റെ പ്രൈസ് വരുന്നത് $54,000. അതായത് ഏകദേശം ഒരു 50 ലക്ഷം രൂപ നാട്ടിലെ. ഇത് കണ്ടോ, അടിപൊളി ബോട്ട്, ഹെവി വിത്ത് ട്രെയിലർ ആണെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഇത് കണ്ടോ അടിപൊളി. മെർക്കുറിയുടെ, ഐ എം സോറി കുഞ്ഞുമറിയാം, ഇത് കണ്ടോ മെർക്കുറിയുടെ 200 HP V8 എഞ്ചിനാണ് വരുന്നത്. ഓ സൂപ്പർ, പറയേണ്ട കാര്യമില്ല, നാട്ടിലല്ല. വാ കുഞ്ഞാപ്പ് പിടിച്ചിരിക്കുക. ഏതാ ഇതിനെ കാണാനില്ലേ? ആ പമ്മി ഇരിക്കുമായിരുന്നു ഇവിടെ. അയ്യോ കുഞ്ഞുമറിയ ഇറങ്ങിപ്പോയോ? കുഞ്ഞുമറിയാം, ആ പമ്മി ഇരിക്കുമായിരുന്നു ഇവിടെ. അയ്യോ എൻ്റെ കുഞ്ഞുമറിയത്തിനെ കണ്ടില്ല, പമ്മി ഇരിക്കുമായിരുന്നു ഇവിടെ. എന്ത് നമ്മുടെ വണ്ടി? നമ്മുടെ വണ്ടി പമ്മി ഇരിക്കുമായിരുന്നു. കാലൊക്കെ നീട്ടി വെക്ക് സാർ. തന്നെ ഇട്ടെ. ആ നീ തന്നെ ഇട്ടോ, തന്നെ ഇട്ടോ. ഓ അടിപൊളി സ്ഥലം കാണാം. ഫുള്ള് ബോട്ടും മറീന, ഏത് ബോട്ട് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. പക്ഷെ കയറി പോകാൻ പറ്റത്തില്ലെന്നേ ഉള്ളൂ. ആ ഇതായിരിക്കും മിക്കവാറും നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. ഇങ്ങനത്തെ ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും. എനിക്ക് പുറത്തിറങ്ങിയിട്ട് നോക്കുക കേട്ടോ. ഇതാണ് നമ്മൾ താമസിക്കുന്ന സ്ഥലം. അപ്പോൾ നിങ്ങൾ ഇവിടെ ഇരിക്കും, ഞാൻ പോയിട്ടാ. വണ്ടി ലോക്ക് ചെയ്തിട്ടില്ല, ആരും പുറത്തിറങ്ങരുത്. വണ്ടി അങ്ങനെ ലോക്കായി പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്പെയർ കീ ഇല്ല. അപ്പോൾ ഇതാണ് മറീന. ആ വലിയ ചൂടില്ല കേട്ടോ ഇവിടെ, ഭയങ്കരമായിട്ടുള്ള ചൂടില്ല. എനിക്കൊന്ന് കടലിൻ്റെ സൈഡായതുകൊണ്ട് കാറ്റുണ്ടെന്ന് തോന്നുന്നു. എന്തോ ഒരു ബോട്ടാന്ന് നോക്കി, അടിപൊളി സൂപ്പർ. ഞാൻ ആളെ കണ്ടു. അപ്പോൾ നമുക്ക് വണ്ടി അപ്പുറത്തേക്ക് ഇടാം. നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് തൊട്ടടുത്ത് തന്നെ വണ്ടി ഇടാം, കുഴപ്പമില്ല. നമ്മൾ താമസിക്കുന്നതിൻ്റെ ഫ്രണ്ടിൽ തന്നെ വണ്ടി ഇടാം. ഇനി നമ്മൾ പറഞ്ഞ ആ ഒരു സർപ്രൈസ് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചതൊക്കെ ഭയങ്കര സർപ്രൈസാണ്. ഇത് കണ്ടല്ലോ, ഈ ഒരു ക്യാമ്പറിനകത്താണ് നമ്മൾ താമസിക്കുന്നത്. ഇത് കണ്ടോണേ. പപ്പേ, ഫസ്റ്റ് പപ്പയുടെ റിയാക്ഷൻ. ഞാൻ ആള് വന്നിട്ട് നമുക്കിതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. പപ്പ എങ്ങനെ പറഞ്ഞോ? എങ്ങനെയുണ്ട്? ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് പപ്പ താമസിച്ചിട്ടുണ്ടോ? ഇത്ര ഒതുങ്ങിയ സ്ഥലത്ത് ഇത്രയും സൗകര്യങ്ങൾ അല്ലേ? അതായത് ഒരു വീട്ടിലോട്ട് വേണ്ട എല്ലാ സാധനവും, ഫ്രിഡ്ജ്, TV, AC, നമുക്ക് കുക്ക് ചെയ്യാനുള്ള സ്പേസ്. അതായത് നമുക്കുണ്ടല്ലോ ചെറുതായിട്ടെല്ലാം. അതെ, നമുക്ക് ഇത്രയും സ്പേസിൽ ഇങ്ങനെ ഒരു സാധനം സെറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഒരു കിങ് ബെഡ് ഉണ്ട്. ഒരു ഫാമിലി ഇപ്പം പിള്ളേരൊക്കെ ആയിട്ട് വരുന്നവർക്ക് വേണമെങ്കിൽ ഇവിടെ കിടക്കാം. അങ്ങനെയൊന്നുമില്ല, 2 പേർക്ക് ഇവിടെ കിടക്കാം. അതിനുശേഷം ഇവിടെ ഒരു മിറർ, വാർഡ്രോബ്സ്, TV, ഫുള്ളി എയർ കണ്ടീഷൻഡ്. ഈ ഒരു ബെഡ് നമുക്ക് ഫുള്ളായിട്ട് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ബെഡായിട്ട് മാറും. പിന്നെ ഇവിടെ 4 പേർക്ക് ഇരിക്കാൻ പറ്റിയ ഒരു നല്ലൊരു ഡൈനിങ് സ്പേസ്, ഒരു കിച്ചൺ, 3 ബർണേഴ്സ്, വാഷ് ബേസിൻ, നമുക്ക് വേണ്ട യൂട്ടിലിറ്റീസ്, ഇത്രയും പേർക്ക് വേണ്ട എല്ലാ സാധനവും, ഈവൻ മിക്സി വരെ എല്ലാ സാധനവും, മൈക്രോവേവ്. ഇവിടെ നമുക്ക് ഫ്രീസർ, ഫ്രിഡ്ജ്, എഗെയിൻ താഴെ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇവിടെ 2 ബങ്ക് ബെഡ്, ഒരു വാഷ് ബേസിൻ, മിറർ എഗെയിൻ. ഇതിനകത്ത് ഒരു ടോയ്ലറ്റ്, ഷവർ സ്പേസ്. അപ്പൊ ഇത് കൂടുതൽ വേണം? ഓ ഇത് കൂടെ ഒട്ടും വേണം. നമുക്ക് എല്ലാവർക്കും പോയായിരുന്നു. അല്ല ശരിക്കും പറഞ്ഞാണ്ടല്ലോ ഇത് ക്യാരവാൻ. അപ്പൊ ഇങ്ങനെ കണ്ടില്ല ആൾക്കാർ ഇങ്ങനെ വഴി കൂടെ വലിച്ചു നടക്കുന്നത്. ഇതാണ് ക്യാരവാൻ, ഇതാണ് ക്യാമ്പർ. ഇത് വലിച്ചോണ്ട് പോകാൻ പണ്ട് വലിച്ചോണ്ട് പോയ സാധനമാണ്. അപ്പൊ അവരിതിപ്പം ഇങ്ങനെ സെല്ല് ചെയ്യുന്നു. അപ്പം പിന്നെ വേറെ കാര്യമുണ്ട്, ആരും ഇവിടെ സ്റ്റേ ചെയ്യുന്നില്ല. അപ്പം നമുക്ക് ഈ മറീനയിൽ എൻ്റയർ ആക്സസ് ആണ്. നമുക്കിവിടെ ഫുള്ള് യൂസ് ചെയ്യാം, ഒരു പ്രശ്നമില്ല. അപ്പുറത്തെ വേണം യൂസ് ചെയ്യാം, മീൻസ് കിടക്കാനല്ല,
പിന്നെ ഒരു ദിവസം ഇവിടെ ഫിഷിങ്ങിന് വേണ്ട സാധനങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്താണ് ഞാൻ പെട്ടെന്ന് ഈ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. കാര്യം എന്താ വെച്ചാൽ ഈ ഒരു മറീനയുടെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ. ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യണം. കാര്യം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ഇനി കുക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഭക്ഷണം ഉണ്ടാക്കണം, എന്തെങ്കിലും കഴിക്കണം, ഫിഷിങ് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, ബൈ ബൈ. ഓക്കെ, ബൈ ബൈ പറ. ബൈ ബൈ എല്ലാവർക്കും ബൈ ബൈ. താക്കോല് പോക്കറ്റ് ഇതുണ്ടോ? സിബുണ്ടോ? സിബില്ലെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ഫിഷിംഗ് ആണ് കേട്ടോ. ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. ഇതൊരു മറീനയാണ്. അപ്പോൾ ഇവിടെ ഞങ്ങൾ വലിയ മീൻ മറിയുന്നുണ്ട്. അപ്പോൾ ഞാനൊരു സ്വിം ബൈറ്റാണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് 5 വെക്കതേ ഫാമിലി ഫിഷിംഗ് ചാനലിലേക്കുള്ള വീഡിയോ ആണ്. കുഞ്ഞുറയും പറഞ്ഞേ അതിനടിയത് ഇതിന് ഊരിയാണോ എനിക്കറിയില്ല. ഭയങ്കര ഓട്ടം ഓടുന്നുണ്ട് കേട്ടോ. നോക്കാം എന്നാണ്. ഇതിക്ക് ഒരു ബോട്ട് അടിക്കാറില്ലേ? എൻജോയ് ചെയ്ത് പയ്യെ പിടിച്ചാൽ മതി. 5-ൻ്റെ ഒക്കെ എന്നാടിയത് കൂരിയാണോ? അവിടെ കൂരി പിടിച്ചു. അതെ കൂരിയ. ഞാനതിൻ്റെ ഇത് പയ്യെ പിടിച്ചാൽ മതി കേട്ടോ. നമുക്ക് അവിടെ പോയിടാം, ഒരു പ്രശ്നമില്ല. അപ്പോൾ കൊച്ചിനെ പിടിച്ചാൽ കൊച്ചിനെ ഒന്ന് മീനെ കാണിക്കണം അമ്മേ. അമ്മ എടുത്തോ, പയ്യെ പൊക്കി ഇടും. ഉയ്യോ വലിയ ഊരിയാണല്ലോ. 5 ഇത്ര വലിയ മീനൊക്കെ പിടിച്ചിട്ടുണ്ടോ 5? കനമുണ്ട് കേട്ടോ. ഇതുണ്ടോ 5 പൊക്കൊന്ന് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെയുണ്ടോ ഇത് വേണ്ടല്ലോ. ഇങ്ങനെയുണ്ട് പിടിക്കാനുണ്ടായിരുന്നു. അതെ, ഇത് എൻജോയ് ചെയ്ത് മീൻ പിടിക്കാന്നുള്ളതാണ് ഇതിൻ്റെ സെറ്റപ്പ്. ഇതിൻ്റെ സാധനം സാധനം പറയണോ? അപ്പോൾ അത് എടുത്തുന്നത് ഇവിടെ നമ്മൾ റിലീസ് ചെയ്യുവാണ്. അപ്പോൾ കൂടാ ഇതേ പപ്പയുടെ അടുത്ത മീൻ വലുതാണോ അപ്പേ? കൂരി തന്നെയാണോ? കൂരിയുടെ തന്നെ എത്ര കിലോളാ? ഓ കൂരി. ഇത് നമ്മുടെ മറ്റേ കൂരി ഭയങ്കര ഫൈറ്റ് ആട്ടോ. നോക്കിയേ, പിടിക്കാൻ നല്ല സുഖം അല്ലേ? നോക്കിയേ, ഓക്കെ പയ്യെ വെച്ചോ ഇതോട്ട്. അടിപൊളി, നല്ല സൈസ് കേട്ടോ. ഇവനെ നമ്മൾ റിലീസ് ചെയ്യുവാണ്. പൊക്കടാ തരണ്ടിയോ?